അയ്യോ ഇക്ക, ഞാൻ പെട്ടുപോയതാണ് ഇക്ക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയി ഇക്ക. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണം ഇക്ക. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. ഇവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അപ്പം ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പൊ നാളെ ഇവരെവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിലെത്തിയിട്ടാകുമ്പോൾ അവൾ അനുഭവിക്കാൻ ആ സ്വർണം തീരോളം കളിക്കും. ആ സ്വർണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടുക്കും. എത്രയും പെട്ടെന്ന് എന്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എന്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഹലോ, ഐ ആം മുകേഷ് മാധവ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നൊരു വാർത്തയാണ് പ്രവാസിയുടെ ഭാര്യയെ കാണാനില്ല. അതായത് 28 വയസ്സായ ഷഹല എന്ന യുവതിയെയും മകനെയും കാണാനില്ല എന്നുള്ള വാർത്തയായിരുന്നു കുറച്ച് നാളായിട്ട് നമ്മൾ കേട്ടിരുന്നത്. ആദ്യമൊക്കെ അവരെ തേടിയുള്ള അന്വേഷണമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു കടക്കാരനുമായിട്ട് ഒളിച്ചോടി പോയിരിക്കുകയാണ്. അവിടെയൊക്കെ എടുത്തു പറയേണ്ടത് ഈ നാട്ടിലിപ്പോൾ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞത് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭർത്താവ് പ്രവാസിയാണെന്ന് അറിഞ്ഞാൽ തന്നെ ഭാര്യമാരിങ്ങനെ ഒളിച്ചോടി പോകാൻ നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ പല കഥകളും ഇറങ്ങുന്നുണ്ട്. ഇതിലെല്ലാവരും ആ രീതിയിലുള്ളവരാണെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ അങ്ങനെ ഒളിച്ചോടി പോകാതിരിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ തന്നെയും അവരെയും സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ് പലരും കാണുന്നത്. അവിടെയൊക്കെ എന്തുകൊണ്ടാണ് അവരെയും സംശയത്തിൻ്റെ നിഴലിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വരുമ്പോൾ ഒളിച്ചോടി പോവുക, ഇല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലായിരിക്കുമ്പോൾ ഒളിച്ചോടി പോവുക, ഇല്ലെങ്കിൽ ഭാര്യ ഗൾഫിലോട്ട് പോയി അവിടെ വെച്ച് മറ്റൊരാളുമായിട്ട് ഒളിച്ചോടി പോവുക എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ സംശയവും തോന്നുന്നത്. എന്തായാലും ഈ ഒരു കേസും അതുപോലെ തന്നെ ആയിരുന്നു. ആദ്യം മിസ്സിംഗ് കേസ് എന്നുള്ള രീതിയിലായിരുന്നു ഇതിനെ കണ്ടുവന്നതും പിന്നീടാണ് മനസ്സിലായത് മൊബൈൽ ഷോപ്പിൽ ഒരാളുമായിട്ട് ഒളിച്ചോടിപ്പോയതാണെന്ന്. ഇവിടെയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഭർത്താവിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. കാരണം 2 വർഷമായിട്ട് നാട്ടിലോട്ട് വന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെയൊക്കെ 2 വർഷം കഴിഞ്ഞ് നാട്ടിലോട്ട് വരുമ്പോൾ ഭാര്യയെയും മകനെയും കാണാനില്ല. ആ ഒരു വാർത്ത അദ്ദേഹത്തിനുണ്ടാക്കുന്ന മാനസിക വിഷമം, അതൊരു പക്ഷേ ആ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി വിദേശത്ത് പോയ ഒരു വ്യക്തി, അതായത് തൻ്റെ മകനും ഭാര്യയും എല്ലാം സന്തോഷത്തോടെ ഇരിക്കണമെന്ന് വിചാരിച്ച് അന്യനാട്ടിൽ പോയി പണിയെടുത്തിട്ട് തിരിച്ച് അവരെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ നാട്ടിലോട്ട് വരുമ്പോൾ കിട്ടാവുന്ന ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നായിരിക്കും ഈ ഒരു വാർത്ത. ഒരുപക്ഷെ അവർ മരിച്ചാൽ പോലും ഇത്രയും ദുഃഖം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മരണത്തിനും അപ്പുറമുള്ള ദുഃഖമായിട്ടാണ് പലരും ഇതിനെ പറയാറുള്ളത്. ഇവിടേക്ക് എടുത്തു പറയേണ്ട കാര്യം, ചിലരൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തിരിച്ചു വരുന്ന ഭാര്യയെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പലരും അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ അനുകൂലിക്കാത്ത നിറയെ ആളുകളുണ്ട്. ഇനിയൊരു പക്ഷെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്നുള്ള രീതിയിൽ തിരിച്ചു വരികയാണെങ്കിൽ ഒരുപക്ഷെ അവിടെയൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ ഒളിച്ചോടിപ്പോയ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുമെന്ന് ഒരു ഉറപ്പും ഇല്ല. ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി പോകുന്ന ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങൾ, ആ സന്തോഷം തീരുമ്പോൾ തിരിച്ചു വരുന്ന ഭാര്യമാരുണ്ട്. അവരെ സ്വീകരിക്കുന്ന ഭർത്താക്കന്മാരും കാണും. പക്ഷെ പറയാമല്ലോ, ഇവിടെ പലരും അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന് അവർ പറയുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതായത് ഒന്നൊളിച്ചോടിപ്പോയതല്ലേ, ഇനിയും പലരുടെ കൂടെയും പോകും, നീ ഇനിയും ഗൾഫിൽ പോകും, ഇതുപോലെ പലരുമായിട്ടും ഇതുപോലെ ബന്ധം വെച്ച് പുലർത്തും, അപ്പോഴൊക്കെ വീണ്ടും തന്നെ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസവും അവർക്ക് തോന്നും എന്നുള്ള രീതിയിൽ പലരും ഇപ്പോൾ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. അതിനുശേഷം ഭർത്താവിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ കേട്ടു നോക്കാം. അയ്യോ ഇക്ക, ഞാൻ പെട്ടുപോയതാണ് ഇക്ക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയി ഇക്ക. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണം ഇക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വരും. അപ്പോ സഹോദര, സ്വീകരിക്കരുത്. കാരണം ഒരിക്കൽ ചാടിയത് പിന്നെ ചാടിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇവന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഒളിച്ചോടി പോയത്. ഞാൻ ഒരുപാട് ആളുകൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പല ആളുകളും പറയുന്നത് കേട്ടു, അയ്യോ ഇവര് പിന്നെ ചാടിപ്പോയതല്ല, ഇവളെ ഒളിച്ചോടി പോയതല്ല, ഇവള് അവന്റെ കൂടെ പോയതല്ല, അവിടെ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കോ, തട്ടിക്കൊണ്ടു പോയതായിരിക്കോ, നീയാണോ കോടതി, നീയാണോ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറയുന്നത്. ഇതാ, ഇവന്റെ കൂടെയാണ് ഇവിടെ ഒളിച്ചോടി പോയത്. ഇവൻ ഒരു മൊബൈൽ ഷോപ്പ് കടക്കാരനാണ്. ഈ മൊബൈൽ ഷോപ്പ് കടക്കാരന് ഇവനിക്ക് 3 കുട്ടികളും ഭാര്യയുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒളിച്ചോട്ടം കാരണം 2 കുടുംബങ്ങളാണ് ഇല്ലാതാവുന്നത്. 2 കുടുംബങ്ങളാണെന്ന് പറയുകയാണെങ്കിലും അതിനകത്ത് എത്ര അംഗങ്ങളുണ്ട് എന്നുകൂടി ഓർക്കണം. അതായത് ആ ഒളിച്ചോടിപ്പോയവൻ്റെ ഭാര്യ, അവൻ്റെ 3 മക്കൾ, ഇവരെല്ലാം നാളെ പഴി കേൾക്കേണ്ട അവസ്ഥ വരും. ആ 3 മക്കളുടെയും അവസ്ഥ വേറൊന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഒളിച്ചോടിപ്പോയ സ്ത്രീയുടെ മകനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിലെ ആൾക്കാരും ഭർത്താവും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഒളിച്ചോട്ടം കാരണം ഒരു കുടുംബം മൊത്തവും ദുഃഖത്തിലാവുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അവിടെയൊക്കെ അവരുടെ ഒളിച്ചോട്ടത്തിലുള്ള സന്തോഷം കഴിഞ്ഞ് പിന്നീടായിരിക്കും അവർ ആലോചിക്കുന്നത് പഴയതുപോലെ ഇരുന്നാൽ മതിയായിരുന്നു, പിന്നീട് അവർക്ക് ഈ ഒളിച്ചോട്ടം വേണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ടാവുകയും തിരിച്ച് വീട്ടിലേക്ക് വരാൻ പ്രേരിതമാവുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അവരെയൊന്നും വീട്ടിലോട്ട് കയറ്റരുത് എന്ന നിലയിലാണ് ഇപ്പോൾ പലരും പറഞ്ഞു വയ്ക്കുന്നത്.
കാരണം ഒരു പ്രാവശ്യം നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെയും നമ്മളറിഞ്ഞുമൊക്കെ പോകുമായിരിക്കുമെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയത്തില്ല എന്ന് കരുതി പലർക്കും ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് കരുതിക്കൂട്ടി ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒളിച്ചോടി പോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അപ്പം ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പം നാളെ ഇവരെവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിലെത്തിയിട്ടാകുമ്പോൾ അവൾ അനുഭവിക്കാനില്ല. ആ സ്വർണം തീരോളം കളിക്കും. ആ സ്വർണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടുക്കും. ഒളിച്ചും പാത്തും നടക്കുമ്പോൾ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മജയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് തീരുമ്പം ഇവളിപ്പം വരും. വന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് നിങ്ങളൊക്കെ അല്ലാതെ നിങ്ങൾ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. കാരണം എന്തറിയോ, ഇവളെ ഇനി നിങ്ങൾ എത്ര സ്വീകരിച്ചാലും ഒരിക്കൽ മതിലേറിയത് ചാടിക്കൊണ്ടിരിക്കും. ഇവളെ അവസ്ഥയും അതായിരുന്നു. എന്തറിയോ, ചാടി 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 ലാസ്റ്റ് സെൻട്രൽ ജയിൽ വരെ ചാടി. അത്രയും ചാടി. മനസ്സിലായല്ലോ? അപ്പം ആ അവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇവളെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തെന്നറിയോ, ഇവളെ ചാട്ടം എനിക്ക് നന്നായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് സാജിദ് റോഷന്റെ ഒക്കെ ചാടി, റിൻഷാദിന്റെ ഒക്കെ ചാടി, വേറൊരു ഖത്തറുകാരന്റെ കൂടെ ചാടി, വേറെ 2-3 ആൾക്കാരൊക്കെ ചാടി 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 ഇവൾക്ക് ലാസ്റ്റ് ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്കും ചാടി. ഇപ്പം അടുത്ത ആളെ ചാടാൻ വേണ്ടി നോട്ടമിട്ടിട്ട് റെഡിയാക്കാൻ, അതിനെ റെഡിയാക്കി കൊടുക്കാൻ വീട്ടിൽ തന്നെ ആളും ഉണ്ട്. അതുകൊണ്ട് മോനെ ശ്രദ്ധിച്ചു. ഓക്കെ, ബൈ ബൈ. അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് ഒരു പ്രാവശ്യം നനഞ്ഞു പിന്നീട് നനയുന്നതിൽ വല്ല പ്രശ്നവുമുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. കാരണം ഒരു പ്രാവശ്യം നാറി, ഇനി എത്ര പ്രാവശ്യം നാറിയാലും ആ ചീത്തപ്പേര് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം തൊഴിലാക്കി നടക്കുന്നവരും ഉണ്ട്. ചിലർ അവിടെയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിൽ കലഹമായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് വേർപിരിഞ്ഞുകൂടെ? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവരതൊന്നും ഉദ്ദേശമല്ല. ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒളിച്ചോടി പോവുക എന്ന് മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. അത് കാൽക്കുലേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കും സ്വർണവും കുട്ടിയെയും കൂടെ കൊണ്ടുപോയത്. അവിടെ കുട്ടിയെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ കുട്ടിയെ നോക്കാൻ വേണ്ടി പോയതായിരിക്കാം എന്ന നിലയിലും ചിന്തിക്കാം. കാരണം കുട്ടിയെ ഉപേക്ഷിച്ചിട്ടല്ലല്ലോ പോയത്. എന്തായാലും അവർ കരുതിക്കൂട്ടി ചെയ്തു വെച്ചതുപോലെയൊക്കെയാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ സ്വർണവും കുട്ടിയെയൊക്കെ കൊണ്ടുപോയി ഇത്രയും നാളും അവർ പിടിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അതും കേരളത്തിന് പുറത്ത് പോലും പോയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അറിഞ്ഞുകൂട്ടി തന്നെ ആയിരിക്കണം പോയിരിക്കുന്നത്. അവിടെയൊക്കെ ആലോചിക്കേണ്ടത് ആ ഒളിച്ചോടിപ്പോയവൻ്റെ കുടുംബം. അവിടെ ആ 3 മക്കളുണ്ട്. അവിടെയൊക്കെ അയാളുടെ ഭാര്യയുടെയും ആ 3 മക്കളുടെയൊക്കെ അവസ്ഥ അത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കണം. കാരണം അവർക്ക് അന്വേഷിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയും അയാൾ കാരണം ഉണ്ടായ 3 മക്കളും, അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു അനുഭവം അവർക്ക് കിട്ടിയത്? അവിടെയൊക്കെ എടുത്തു പറയേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത കുറേ ആളുകളെ ഇവർ ദുഃഖത്തിലാക്കിയെന്ന് തന്നെ പറയണം. ഇവിടെയൊക്കെ പലരും അവരുടെ വീഡിയോയിൽ ചീത്ത വിളിക്കുന്നത് കണ്ടുകൊണ്ട്, ദേഷ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഇവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് വരെ പറയുന്നവരുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതമാണ്, ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെയൊക്കെ ഇവരെ കൊന്നിട്ട് ജയിലിലോട്ട് പോകാനുള്ളതല്ല പലരുടെയും ജീവിതം. എന്തായാലും ആ ഭർത്താവ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ജയ്സന് ഞാൻ കിനാലൂർ ഏഴണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയെയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളൊരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. ഇവിടെ ഇനി ഇദ്ദേഹത്തിന് ആ മകനെ കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോടതിയിൽ പോയാൽ തന്നെ അമ്മയുടെ കൂടെ ആയിരിക്കും മക്കളെ വിടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇനി മകന് വേണ്ടി എത്ര പോരാടിയാലും കിട്ടുമെന്ന് അങ്ങനെ തോന്നില്ല. നമ്മൾ കണ്ടതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ ഒരു സ്ഥിതി. പ്രവാസിയായ ഒരു ഭാര്യ അവിടെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടിപ്പോയി. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയില്ല. പിന്നീട് ആത്മഹത്യ എന്ന പാതയിലോട്ടാണ് അദ്ദേഹം പോയത്. അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹത്തിനും ഇനി എത്ര കേസ് പറഞ്ഞാലും മകനെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. അവിടെയൊക്കെ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു തെറ്റും ചെയ്യാതെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇതാണ് അവസ്ഥയുണ്ടായത്. എനിക്കിവിടെയൊക്കെ എടുത്ത് പറയാനുള്ളത്, ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. സ്വന്തം സന്തോഷം കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ സന്തോഷം നോക്കാവൂ. അത് കുടുംബമായാൽ തന്നെ. ഇല്ലെങ്കിൽ നമ്മളില്ലാത്ത സാഹചര്യത്തിൽ ഇതുപോലുള്ള പണികളുമായിട്ട് പലരും വരും. അവരുടെ സ്നേഹമാണ് നമ്മുടെ സ്നേഹത്തെക്കാളും വലുതെന്ന് കരുതി അങ്ങോട്ടങ്ങ് പൊയ്ക്കോളൂ. ഇവിടെ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേര് അങ്ങനെ ഉണ്ട്. അവർക്ക് ഉള്ള സന്തോഷത്തെക്കാളും വലുത് അപ്പുറത്ത് നിന്ന് കിട്ടുന്ന മധുരവാക്കുകളും ഒക്കെ ആയിരിക്കും. അത് ജീവിതകാലം മുഴുവൻ കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ ആയിരിക്കും ഇറങ്ങി പോകുന്നത്. പിന്നീട് പോയി കഴിഞ്ഞിട്ടായിരിക്കും താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെക്കാളും വളരെ മോശമാണ് എന്ന് മനസ്സിലാവുകയും പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്കും എത്തിച്ചേരുന്നത്.
അതുതന്നെയാണ് നമ്മൾ മോസ്റ്റ്ലിയും കാണുന്നത്. ചിലരുടെയൊക്കെ കേസ് വ്യത്യസ്തമാണ്. എന്നാൽ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2 വർഷമായിട്ട് ഇദ്ദേഹം വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതായിരിക്കില്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒളിച്ചോടി പോയത്. അവിടെ ഇദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ആ ഭാര്യയുടെ ആവശ്യങ്ങൾ മറ്റൊന്നായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചൊക്കെയാണ്. അടുത്ത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് സാമ്പത്തികവും വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെ. എന്തായാലും പാവത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം ഇത്രയും നാളും ജീവിച്ചതെന്ന് പോലും അദ്ദേഹത്തിന് ഇപ്പോൾ അറിയത്തില്ല. കാരണം 8 വർഷം കഴിഞ്ഞു കല്യാണം കഴിച്ചിട്ട് കുറച്ച് കടബാധ്യതകൾ ഉണ്ടായപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോയതാണ്. അവിടെയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. എപ്പോഴൊക്കെയോ ഇദ്ദേഹം അടുത്തില്ല എന്ന് തോന്നിയപ്പോൾ പലരും സന്തോഷം കൊണ്ട് പുറത്തുനിന്ന് വരുന്നത് കണ്ടപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അവർക്ക് തോന്നിക്കാണും. ഒരുപക്ഷെ അങ്ങനെ പോകണമെന്ന് തോന്നിയാൽ തന്നെ പല ഉപാധികളുണ്ടായിരുന്നു. നേരെ ചൊവ്വേ പറയാമായിരുന്നു, ഡിവോഴ്സ് ആകാമായിരുന്നു. ഈ ഒരു രീതിയിലേക്ക് ഇദ്ദേഹത്തെ കടത്തിവിടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടേക്ക് എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയുടെ അവസ്ഥയാണ്. കാരണം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത് കുട്ടികൾ തന്നെയാണ്. നാളെ ഇദ്ദേഹം വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ ആ കുട്ടി വേറൊരു കുടുംബത്തിൽ ചെല്ലുമ്പോഴൊക്കെ അവിടേക്ക് ഒറ്റപ്പെട്ടു പോകുന്നത് കുട്ടികളായിരിക്കും. കാരണം അച്ഛനും അമ്മയ്ക്കും വേറെ പാർട്ട്നേഴ്സായി കുട്ടികൾ അനാഥരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ട്രോമ ഇല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വളർന്നു വരുമ്പോൾ എന്തായാലും കാണും. അതുപോലെ തന്നെയാണ് ഈ ഒളിച്ചോടിപ്പോയതിൻ്റെ ഭാര്യയ്ക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അവർ നാളെ പുതിയ ജീവിതത്തിലോട്ട് പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ, അവർക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അവിടെയുമുണ്ട് 3 കുട്ടികൾ. ഈ വ്യക്തി കാരണമുണ്ടായ 3 കുട്ടികൾ നാളെ അവരെ നോക്കേണ്ട വ്യക്തി തന്നെ അവരെ കളഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ആ 3 കുട്ടികൾക്കും ഉണ്ടാകുന്ന ട്രോമ, മാനസിക വിഷമം, അച്ഛൻ കാരണമുണ്ടാകുന്ന അവമാനങ്ങൾ, അതെല്ലാം പേര് നടക്കേണ്ട അവസ്ഥയാണ്. ഇവിടെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനെയൊന്നും ഒളിച്ചോടി പോകാതിരിക്കുകയാണോ? അല്ല, ഇതൊക്കെ ഇപ്പം സാധാരണമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ പലരും മാറി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതൊക്കെ ഇനി കുറേ കാലങ്ങൾ കഴിയുമ്പോൾ തുടർക്കഥയായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോഴും പല കുടുംബങ്ങളും ഇതുപോലെ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ പല കുടുംബങ്ങളും തകരാതിരിക്കുന്നതും പലതും പുറത്തു വരാത്തത് കൊണ്ട് തന്നെയാണ്. ഇതുപോലെ തന്നെ പല അഫെയർസും പല കുടുംബജീവിതത്തിലും ഉണ്ട്. ഒന്നുകിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു, ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അറിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ടത്. രഹസ്യമായിട്ട് പകുതി കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. പകുതി എന്നല്ല, അതിൽ കൂടുതൽ കുടുംബങ്ങളിലും ഇതുപോലുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ പിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ മാന്യന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് പിന്നെ ഇവർ തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. ഊട്ടിയിൽ നിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാനാണ്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ്. അതെന്തായാലും പച്ചക്കള്ളമാണ്.
ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല, അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. ഇവിടെയൊക്കെ പലരും പറയുന്നതിൻ്റെ തൊട്ട് മുസ്ലിം സ്ത്രീകളാണ് ഇങ്ങനെ ഒളിച്ചോടി പോകുന്നത് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ ഇതെല്ലാം പഴിചാരുന്നതിനോട് ഒട്ടും യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.